Welcome to Mindful Breathing Meditation. ഓഡിയോ ക്ലിയർ ആണോ? യെസ് മാം, യെസ്, എല്ലാം ക്ലിയറാ മാം. ഓക്കെ. നല്ല സ്വസ്ഥമായൊരു പൊസിഷനിലിരിക്കുക. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. പതിയെ ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക. ഒരിക്കൽ കൂടി ശ്വാസം ഉള്ളിലേക്കെടുത്ത് പുറത്തേക്ക് വിടുക. നിങ്ങൾ സാധാരണ പോലെ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനെ ഒരു തരത്തിലും മാറ്റാതെ നിങ്ങൾ നോർമലി എങ്ങനെയാണോ ശ്വസിക്കാറ് ആ രീതിയിൽ തന്നെ നാച്ചുറലായിട്ട് ശ്വസിക്കുക. പതിയെ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ഓരോ തവണ ഇൻഹെയിൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ മൂക്കിലൂടെ സാവധാനം നിങ്ങളുടെ തൊണ്ടയിലൂടെ അത് താഴേക്ക് ലങ്സിലേക്ക് വരുന്നു. നിങ്ങൾ എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ ലങ്സിൽ നിന്നും ശ്വാസം പുറത്തേക്ക് പോകുന്നു. ജസ്റ്റ് ഒബ്സർവ് ചെയ്യുക. ഓരോ തവണ നിങ്ങൾ ശ്വസിക്കുമ്പോഴും ശ്വാസം പുറത്തേക്ക് കളയുമ്പോഴും നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ അബ്ഡോമൻ എല്ലാം ഉയരുകയും താഴുകയും ചെയ്യുന്നത് നിങ്ങളുടെ രണ്ട് കൈയും വെച്ച് ഒബ്സർവ് ചെയ്യുക. എക്സ്പീരിയൻസ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സ് പല വഴിക്ക് പോയേക്കാം, പക്ഷെ സാരമില്ല, ഇറ്റ്സ് ഓക്കെ. പതിയെ നിങ്ങളുടെ അറ്റൻഷൻ പിന്നെയും നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ കൊണ്ടുവരിക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ നിങ്ങളുടെ ശ്രദ്ധ കുറച്ച് സമയത്തേക്ക് കൊണ്ടുവരിക. ഓരോ തവണ നിങ്ങൾ ശ്വസിക്കുമ്പോഴും അത് വളരെ ക്യൂരിയോസിറ്റിയോടുകൂടി ശ്രദ്ധിക്കുക. ഓരോ തവണ ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുന്നതും വളരെ വ്യത്യസ്തമായ രീതിയിലാണ്, വളരെ യുണീക്കായിട്ടാണ്. നിങ്ങൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴുള്ള എയറിന്റെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക. എക്സ്ഹെയിൽ ചെയ്യുമ്പോഴുള്ള എയറിന്റെ ടെമ്പറേച്ചർ ശ്രദ്ധിക്കുക. ഇൻഹെയിൽ ചെയ്യുന്നതിന്റെ ഡ്യൂറേഷൻ, സമയം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ എക്സ്ഹെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയവും ശ്രദ്ധിക്കുക. നിങ്ങൾക്കത് ശരീരത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ശ്രദ്ധിക്കുക. ഓരോ തവണ നിങ്ങൾ ഇൻഹെയിൽ ചെയ്ത് എക്സ്ഹെയിൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ ബോഡിയിലെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് രീതിയിലാണോ ശ്വസിക്കുന്നത് ആ രീതിയിൽ തന്നെ ശ്വസിക്കുക. ജസ്റ്റ് നിങ്ങളുടെ ശ്വാസത്തെ ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. സാവധാനം ഒരിക്കൽ കൂടി നിങ്ങൾ ഡീപ് ബ്രീത്ത് എടുക്കുക. ടേക്ക് എ സ്ലോ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്.
Again, take a slow, deep breath in, breathe out. പതിയെ നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ ചുറ്റുഭാഗത്തേക്കും നിങ്ങൾ സറൗണ്ടിങ്സിലേക്ക് കൊണ്ടുവന്നിട്ട് സാവധാനം നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറക്കാവുന്നതാണ്. എന്നിട്ട് ഒബ്സർവ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന്. Samya, how do you feel? ബെറ്റർ ഫീലിംഗ് മാം, വളരെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. Okay. ഹമിത മാം ആക്ച്വലി കുറച്ച് ബിസിയാണ്, അതുകൊണ്ടാണ് മാമിന്റെ വീഡിയോയിൽ വരാൻ പറ്റാത്തത്. മാമിന്റെ റെക്കോർഡിംഗ് ആണ് ഷെയർ ചെയ്തത്. യെസ് 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 മാം, താങ്ക് യു. One minute. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു ഫൗണ്ടേഷൻ ടു റേസ് മെന്റലി സ്ട്രോങ് കിഡ് എന്നാണ്, അല്ലെ? നമ്മുടെ കിഡ്സ് ഒക്കെ എപ്പോഴും മെന്റലി സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഭയങ്കര ആഗ്രഹമുണ്ട്, അല്ലെ? നമ്മള് സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മാത്രമല്ലേ നമ്മുടെ കിഡ്സ് നമ്മൾക്ക് സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ. പലപ്പോഴും പല പാരന്റ്സും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് എന്നെ പോലെ എന്റെ മക്കളാവരുത്, എന്റെ മക്കൾ കുറച്ചും കൂടി എന്നെക്കാളും സ്ട്രോങ് ആവണം, ഞാനോ ഇങ്ങനെ ആയിപ്പോയി, എന്റെ മക്കളെങ്കിലും കുറച്ച് സ്ട്രോങ് ആവണം എന്നെപ്പോഴും പറയാറുണ്ട്. പക്ഷെ ഇത് നമ്മുടെ സംസാരത്തിൽ മാത്രം ഉണ്ടാകുന്നതല്ല, നമ്മൾ ചെറുതിലേ നമ്മളത് പറഞ്ഞ് ആ ഒരു രീതിയിൽ നമ്മൾ മക്കളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ പാരന്റ്സ് ഭയങ്കര എല്ലാ കാര്യത്തിലും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പേടിക്കുന്ന ഒരാളാണ്, ഓക്കെ, എല്ലാത്തിനും ഭയങ്കര ടെൻഷനാണ് എന്നുള്ള ഒരാളാണെങ്കിൽ കുട്ടികൾക്കും ആ ഒരു സെയിം ക്യാരക്ടർ തന്നെയായിരിക്കും ഉണ്ടാവുക. കാരണം അവര് കണ്ടത് നമ്മളെയാണ്. അപ്പോ ചെയ്ത് കഴിഞ്ഞാല് നമ്മള് എന്താ പറയാ, ഒന്ന് വീഴാൻ പോയാൽ നമ്മൾ അയ്യോ ഒന്നും പറഞ്ഞിട്ട് നമ്മൾ ഓടിപ്പോയി പിടിക്കും. അപ്പൊ കുട്ടികൾ കാണുന്നത് എന്താണ്, അയ്യോ ഞാൻ വീണ് ചെറുതായിട്ട് ഒന്ന് ഇതായപ്പോ തന്നെ പേടിയായി, നമ്മുടെ പാരന്റ്സിന് പേടിയായി, അപ്പൊ ശരിക്കും പറഞ്ഞാൽ അത് പേടിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്ത ഫിയർ നമ്മൾ കുട്ടികളുടെ മേലിൽ കെട്ടിച്ചുമച്ച് വെക്കുകയാണ്, അല്ലെ? നമ്മളിപ്പം എന്താ പറയാ, 1 minute. ഓക്കെ. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ചാല് നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ കുട്ടികളോടുള്ള കെയറിങ് കൊണ്ടാണ് ഈ ഒരു മെന്റാലിറ്റി നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്ന് വിചാരിക്കും. നമ്മൾ എന്ത് കാര്യത്തിനായാലും ഇങ്ങനെ ഈ പേടിക്കുന്നതായാലും എന്തായാലും കുട്ടികളോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ്, കുട്ടികൾ വീഴോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് എന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ നമുക്ക് തന്നെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മുടെ മക്കളെ നല്ല രീതിയിലല്ല, വേറെ മോശമായിട്ടുള്ള രീതിയിലാണ് അത് എഫക്ട് ചെയ്യുന്നതെന്നാണ് നമുക്ക് എന്താ പറയാ സ്റ്റഡീസ് പറയുന്നത്. ഒരു ഏജ് ഉണ്ട് നമ്മുടെ കുട്ടികളുടെ ഏജ്. കുട്ടികൾ എന്ന് പറയുന്നത് ഫസ്റ്റ് അവരുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മളാണ്. അപ്പോ നമ്മൾ എന്തോ കാണിക്കുന്നത് അത് തന്നെയായിരിക്കും ആ കുട്ടികളെ എഫക്ട് ചെയ്യുന്നത്. നമ്മുടെ ക്യാരക്ടർ ആയിരിക്കും റിഫ്ലക്ട് ചെയ്യുന്നത്. ലൈക്ക് എ മിറർ ആണ് കുട്ടികൾ ചെറിയ പ്രായത്തിൽ എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ ആ ഒരു കാര്യം, നമ്മളെ ഫാദർ എങ്ങനെയാണോ മദർ എങ്ങനെയാണോ അതാണ് നമ്മുടെ കുട്ടികളെ റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പോ നമ്മള് മക്കള് മെന്റലി സ്ട്രോങ് എന്ന് പറയുന്നത് ഭയങ്കര റൂഡായിട്ട് അല്ലെങ്കിൽ ഒരു ഇമോഷനൊന്നും ഇല്ലാതെ ഇങ്ങനെ എല്ലാവരോടും എന്താ പറയാ
ഭയങ്കര സ്ട്രോങ് ആയിട്ട് അത് അങ്ങനെയല്ല മെന്റലി സ്ട്രോങ് എന്ന് പറയുന്നത്. മെന്റലി സ്ട്രോങ് എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്ന് വെച്ചാല് ഇമോഷണലി നമ്മൾ ബാലൻസ് ചെയ്യാൻ പഠിക്കുക. ദേഷ്യം വന്നാൽ അത് നമുക്ക് അത് മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവുക. ഫെയിലിയർ വന്നാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവുക. സങ്കടം വന്നാല് ആ ഒരു സങ്കടം എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ കുട്ടികൾ പഠിച്ചാൽ മാത്രമേ അവര് ഇമോഷണലി മെന്റലി സ്ട്രോങ് ആവുള്ളൂ. അല്ലേ? നമ്മളൊരു ഫീലിംഗ് ഉണ്ടാവും ടഫ് ആവണം എന്നിരിക്കണം എന്നൊന്നും നമുക്ക് എന്താ പറയാ പറ്റില്ല. എല്ലാ പ്രാവശ്യവും പിള്ളേര് നമ്മുടെ മക്കൾ എല്ലാത്തിനും ജയിക്കണം. അതിപ്പോ പഠിത്തത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ ക്യാരക്ടർ വൈസ് ആയിക്കോട്ടെ എന്ത് കാര്യത്തിലായാലും ജയിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന കാര്യം നടക്കില്ല. അല്ലെ? നമുക്ക് പിള്ളേർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമോഷണലി നമ്മുടെ മനക്കരുത്ത് സംഭവം ഉണ്ടല്ലോ. ഓക്കെ, സംസ്കാരങ്ങളെ കുറിച്ച് അവർക്ക് നല്ലൊരു ബോധ്യം ഉണ്ടാവണം. ഓക്കെ, ദേഷ്യം വന്ന് അതെങ്ങനെ കുറക്കാം, അല്ലെങ്കിൽ സങ്കടം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ മറികടക്കാം എന്നൊക്കെ നമ്മുടെ മക്കള് അറിഞ്ഞിരിക്കണം. അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ഇങ്ങനെ ആയാലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് മാറിയിരുന്ന കാര്യം നടക്കും ഇല്ലല്ലോ. അപ്പൊ നമ്മൾക്ക് എന്താണ് പറയാ, നമ്മള് എന്തെങ്കിലും ഒരു ഫെയിലിയർ വന്നാൽ അതിന് വേണ്ടി ശ്രമിക്കാനുള്ളൊരു മനസ്സുണ്ടാവണം. അതിനാണ് നമ്മള് എന്താ മക്കളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടത്. അപ്പം അതുപോലെ നമുക്ക് അവനൊരു കഴിവുണ്ട് അല്ലെങ്കിൽ അവനൊരു വിലയുണ്ട് എന്നൊരു തോന്നല് അവരുടെ മനസ്സിൽ എപ്പോഴും വേണം. അതായത് സെൽഫ് എസ്റ്റീം നമ്മുടെ കുട്ടികളുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട നമ്മൾ തന്നെ ആ കുട്ടികളെ എന്ത് കാര്യത്തിനും പുച്ഛിച്ചു കഴിഞ്ഞാല് കുട്ടികളുടെ സെൽഫ് എസ്റ്റീം വർദ്ധിക്കുകയല്ല ചെയ്യുന്നത്, എപ്പോഴും താഴോട്ട് പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു പ്രശ്നം വന്നാൽ ചെയ്യുന്ന പറഞ്ഞ പേടിച്ചിരിക്കാതെ അതിനൊരു പരിഹാരം കണ്ടെത്താൻ അവർ ശ്രമിക്കണം. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനും അവര് പിന്നെന്താ ഇതൊക്കെ എന്താ പറയാ ഇതൊക്കെ നമുക്ക് പറ്റും, ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനാദ്യം വേണ്ടത് നമ്മൾ അവരുടെ വഴിക്ക് വിടുക. നമ്മൾ എല്ലാ കാര്യവും അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഭയങ്കര ഡിപ്പെൻഡന്റ് ആവും. കുട്ടികളുടെ ആ ഒരു ഏജ് ഉണ്ട്, ആ ഓരോ ഏജിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. നമ്മളത് ചെയ്യണ്ടെന്ന് പറയണ്ട. ഒരു 10 വയസ്സുള്ള കുട്ടി എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചാല് എന്ത് ചെയ്യാൻ, ആ കുട്ടിയെ പഠിക്കുക, അവരുടെ കാര്യങ്ങൾ നോക്കുക എന്നൊക്കെ ഒരു പാരന്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു 10 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവനവൻ കിടന്ന റൂം ക്ലീൻ ചെയ്തിടുക, ബെഡ് ക്ലീൻ ചെയ്തിടുക, കിടന്നെഴുന്നേറ്റ് ആ ബെഡ് ക്ലീൻ ചെയ്തിടുക, അവനവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പ്ലേറ്റ് കൊണ്ടുപോയി കഴുകി വെക്കുക, ഗ്ലാസ് എടുത്താൽ തിരിച്ചു കൊണ്ടുപോയി വെക്കുക. അങ്ങനെ അവനവൻ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് ചെയ്യേണ്ട അത്യാവശ്യമാണ്. അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും. ചെറിയ കുട്ടിയല്ലേ, ഞാനിവിടെ ജീവിച്ചിരിക്കല്ല, പിന്നെ എന്തിനാ അവനെ കൊണ്ടതൊക്കെ ചെയ്യിക്കുന്നത് എന്ന് പാരന്റ്സ് ചോദിച്ചേക്കാം. പക്ഷെ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കുട്ടികളെ അവരുടേതായ എന്താ പറയുക ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാനും സെൽഫ് എസ്റ്റീം ഉണ്ടാക്കിയെടുക്കാനും ആ ഫിയർ ഒക്കെ മറികടക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ചെറുതിലേ നമ്മൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുക, അവരവരുടെ കാര്യങ്ങൾ അവരവർ ചെയ്യട്ടെ. നമ്മൾ എന്തിനാ എല്ലാം പുറകെ നടന്ന് ചെയ്യുന്നേ? ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ. നമ്മുടെ നാട്ടില് ആ ഒരു വേർതിരിവ് ഇപ്പൊ കുറഞ്ഞു വരുവാണ്. ബോയ്സ് വേറെ ഗേൾസ് ആ ഒരു വേർതിരിവ് കുറഞ്ഞു വരുന്നുണ്ട്. എന്നാലും സ്റ്റിൽ കുറെ സ്ഥലങ്ങളിൽ ഇപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ട്. ഇപ്പോഴും വലിയ ആൺകുട്ടികൾ ഉണ്ടെങ്കിലും അവരുടെ പാരന്റ്സ് എന്താ ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യം ചെയ്തു കൊടുക്കുക, അവരുടെ റൂം ക്ലീൻ ചെയ്യുക, ബാത്റൂം ക്ലീൻ ചെയ്യുക, ഫുഡ് മേശമ കൊണ്ടുവച്ചു കൊടുക്കുക. ഓക്കെ, ഇതൊന്നും സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ആൺകുട്ടികളുണ്ട് നമ്മുടെ ചുറ്റിനും. അപ്പോ നമ്മള് ചെറുപ്പത്തിലെ ഈ ഒരു കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കുക. ഓക്കെ, ജസ്റ്റ് ജോലിക്ക് പോയി കാശുണ്ടാക്കി കൊണ്ടുവന്നാൽ മാത്രം ഒന്നും ആവില്ല, അല്ലേ? നമുക്ക് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള അവര് മെന്റലി തകരാതെ അവർ മെന്റലി സ്ട്രോങ് ആയി അതുപോലെ അവരുടെ ഫാമിലിനെ ഒരുമിച്ച് കൂടെ നിർത്തി, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായാലും അവരെ സ്ട്രോങ് ആക്കി നമ്മുടെ ഫാമിലിനെ കൊണ്ടുപോവുക. ഓക്കെ, ഏതൊരു പ്രശ്നം വരുമ്പോൾ ഏതൊരു പ്രതിസന്ധി വരുമ്പോഴും അയ്യോ എന്നെക്കൊണ്ട് പറ്റില്ല എന്നും പറഞ്ഞ് സൂയിസൈഡ് ചെയ്യുന്നതിന് പകരം എനിക്കിനി ഇതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നേ ഇല്ല എന്നും പറഞ്ഞ് ഒത്തിരി പേര് എത്ര സൂയിസൈഡാണ് നമ്മുടെ ചുറ്റിനുള്ളത്. കാരണം അവര് മെന്റലി സ്ട്രോങ് അല്ല. ഓക്കെ, ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വരെ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. കുട്ടികളൊക്കെ തന്നെ ഫോൺ തന്നില്ല അല്ലെങ്കിൽ എന്താ കളിക്കാൻ വിട്ടില്ല, ആ ഒരു റീസൺ, സില്ലി ആയിട്ടുള്ള റീസൺ നമുക്ക് കേൾക്കുമ്പോൾ സില്ലി ആയിട്ട് തോന്നും. പക്ഷെ അതൊക്കെ അവർക്ക് വലിയൊരു കാര്യമാണ്. കാരണം അവർക്ക് റിജക്ഷൻ എന്താന്ന് അറിഞ്ഞിട്ടില്ല അവരുടെ പ്രായത്തില്.
ഓക്കെ, നമ്മളപ്പോ ഒരു ഏജ് കഴിഞ്ഞാൽ നമ്മൾ മക്കളെ പ്രോത്സാഹിപ്പിക്കണം, മക്കളെ എല്ലാ കാര്യത്തിലും സന്തോഷിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അതൊക്കെ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ നമ്മൾ 40% എങ്കിലും അവരുടെ കാര്യങ്ങൾ റിജക്ട് ചെയ്യണം. നമ്മൾ ഒരുപാട് പാമ്പർ ചെയ്ത് നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് വഷളാക്കി ഈ ഒരു അവസ്ഥയിൽ കൊണ്ടുവരുന്നത്. നമ്മൾ ഒരുവിധം പാരന്റ്സിനോട് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, അവർ അക്സെപ്റ്റ് ചെയ്യില്ല. എന്റെ മിസ്റ്റേക്ക് ഉണ്ട്, എന്റെ മക്കളെ വളർത്തുന്നതിൽ എന്റെ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു പാരന്റ് അക്സെപ്റ്റ് ചെയ്യില്ല. ഞാൻ നല്ല രീതിക്ക് തന്നെയാണല്ലോ നോക്കുന്നത്, പിന്നെ അവനെ ഓരോ കൂട്ടുകിട്ടും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാരന്റ്സ് പറയാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ആ കുട്ടികളുടെ പേഴ്സണാലിറ്റിയുടെ ചേഞ്ചസ് വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അവരുടെ പാരന്റ്സ് തന്നെയാണ്. പേഴ്സണാലിറ്റി രൂപീകരണം എന്ന് പറയുന്നത് 5 years to 10 years ഉള്ള ആ ഒരു ടൈമിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മളിലൂടെയാണ് ആ കുട്ടികളുടെ പേഴ്സണാലിറ്റി നേരെയായി വരുന്നത്. അപ്പോ നമ്മള് ആ കുട്ടികൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നത്. നമ്മളെല്ലാ കാര്യത്തിലും മക്കളെ ഡിപ്പെൻഡന്റ് ആക്കി നമ്മളെല്ലാം ചെയ്തു കൊടുത്ത് ഭക്ഷണം വാരി കൊടുക്കുന്നത് സ്നേഹം കൊണ്ടാണ്, ശരിയാണ്. പക്ഷെ അവനവന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, ഇപ്പോ ഒരു ഓരോ കുട്ടികൾക്കായാലും അവരുടേതായ ഏജിനുള്ള കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അവര് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കട്ടെ. ഹോംവർക്ക് ചെയ്തില്ല, അയ്യോ മോനെ ഹോംവർക്ക് ചെയ്തില്ലല്ലോ, വേഗം വന്നിരുന്നോ ഹോംവർക്ക് ചെയ്യുന്നു പറഞ്ഞ് പിടിച്ചിരുത്തി അല്ലെങ്കിൽ അവരെഴുതിയിട്ട് നമ്മളെടുത്ത് എഴുതുക. ഇതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അറിയാം എങ്ങനെയായാലും ഹോംവർക്ക് ചെയ്താലും ഇല്ലെങ്കിലും അമ്മ എന്നെ എങ്ങനെയെങ്കിലൊക്കെ ചെയ്യിപ്പിച്ച് അങ്ങോട്ട് കൊണ്ടുപോകും. ആ ഹോംവർക്ക് ചെയ്യാത്തതിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് കുട്ടികൾ ഫേസ് ചെയ്യട്ടെ. ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുട്ടികൾ അങ്ങനെ പഠിക്കുക. നമ്മള് വീട്ടിൽ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്തില്ല, ഹോംവർക്ക് ചെയ്യാണ്ട് ഇരുന്ന് കഴിഞ്ഞാല് എന്നെ ടീച്ചർ വഴക്ക് പറയും, എനിക്ക് പണിഷ്മെന്റ് തരും. ഫേസ് ചെയ്യട്ടെ കുട്ടികൾ അതൊക്കെ. നമ്മൾ അയ്യോ എന്റെ കുട്ടീനെ വഴക്ക് പറഞ്ഞാലും നമ്മള് മാറി നിൽക്കരുത്. കുട്ടികൾ അതൊക്കെ അറിഞ്ഞു വളരണം. ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ കുട്ടികൾ ആ കോൺസിക്വൻസസ് എന്താണെന്ന് ഫേസ് ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ മാത്രമാണ് വലിയൊരു കാര്യം വരുമ്പോൾ അതെങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു മെന്റൽ കപ്പാസിറ്റി ആ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ വലുതാകും തോറും കുട്ടികൾക്ക് ആ ഒരു മെന്റലി സ്ട്രോങ് ആവുക, അവർ മെന്റലി സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോ നമ്മൾ മെയിൻ ആയിട്ടും ചെയ്യേണ്ട ഒരു കാര്യം അതാണ്. എന്ത് കാര്യമായാലും നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് സാധിച്ചു കൊടുക്കരുത്. ശരിയാണ്, മക്കളോട് സ്നേഹമുണ്ട്, സ്നേഹമില്ലാത്ത ഒരു പാരന്റ്സ് ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു സ്നേഹം നമ്മുടെ മക്കളുടെ ലൈഫ് തന്നെ സ്പോയിൽ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ അതിന് കൂട്ടു നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. കുറച്ചൊക്കെ ഒന്ന് കണ്ണടക്കുക. പിന്നെ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട്. ഗ്രാൻഡ് പാരന്റ്സ് എല്ലാം ഇങ്ങനെ വഷളാക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് അല്ലെ? കുറെ ഗ്രാൻഡ് പാരന്റ്സ് ആണ് നമ്മുടെ കുട്ടികളെ വഷളാക്കുന്നത്. അപ്പോ ഈ ഒരു കാരണങ്ങള് നമ്മൾ ഒരു എക്സ്ക്യൂസ് ആക്കി എടുക്കാതെ നമ്മളുടെ മക്കളുടെ ഭാവിയാണ്. ഇങ്ങനൊരു കേസ്, ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന് നമ്മള് എന്താ പറയാ, അതിന് വേണ്ടിയിട്ട് നമ്മള് മക്കളെ സമ്മതിച്ചു കൊടുക്കരുത്. ഞാനൊരു ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്, എന്തിന്റെയാണെന്ന് ആക്ച്വലി ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ഫാമിലി മൊത്തം ഡൈനിങ് ഏരിയയില് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഒരു അമ്മ, ഒരു ഡോക്ടറിനല്ലോ, ഓക്കെ. ആ കുട്ടി ചെറിയൊരു എനിക്ക് തോന്നുന്നു 10 വയസ്സ് 12 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാന്ന് തോന്നുന്നു. ആ കുട്ടി ഇങ്ങനെ ഫുഡ് കഴിക്കുവാണ്. ഫുഡ് കഴിക്കാൻ നേരത്ത് ഭക്ഷണം ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ ഭക്ഷണം വെച്ചു കൊടുക്കുമ്പോ ആ കുട്ടി ഇങ്ങനെ തട്ടി മാറ്റി കൊടുക്കുക. അപ്പം ആ കുട്ടിയുടെ പ്ലേറ്റ് എടുത്തിട്ട് ആ അമ്മ തിരികെ പോകും. അപ്പോ അമ്മായി അമ്മ ഉണ്ടല്ലോ, മദറിലോ, കുട്ടിയുടെ അല്ല അവരുടെ മദറിലോ ഇങ്ങനെ പറയാണ്, ഒരിത്തിരി കാശ് എടുത്തു, ഒരു 10 രൂപ എടുത്തെന്നും പറഞ്ഞിട്ട് നീ കുട്ടിയുടെ ഫുഡ് തന്നെ വേണ്ടാന്ന് വെക്കുവാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോ ഇവരൊന്നും മിണ്ടുന്നില്ല, ഇവരിങ്ങനെ നോക്കുക ചെയ്യുന്നത്. അപ്പൊ എല്ലാരും ഫാമിലി മൊത്തം ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നുണ്ട്, ഇവരിങ്ങനെ വിളമ്പുവാണ്. അപ്പോ നിന്റെ കയ്യിലെ കൊണ്ടുവന്ന കാശൊന്നും അല്ലല്ലോ, എന്റെ മോന്റെ പേഴ്സിലെ കാശല്ലേ, അതിന് നീ എന്തിനാണ് ഇത്ര ഇതാകുന്നത്? ഒരു 10 രൂപ എടുത്തതിനാണോ മോനിക്ക് ഭക്ഷണം വരെ വേണ്ടാന്ന് വെക്കണത് എന്നൊക്കെ ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നോ സൗമ്യ ഒരു ആഡ്? ഇല്ല മാം, ഞാൻ കണ്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ഈ ആഡ് കേൾക്കുന്നത്. ഇത് എന്തിന്റെ ആഡാണ് മാം? എന്താണ് കോൺസെപ്റ്റ്? എനിക്ക് ഓർക്കുന്നില്ല എന്തിന്റെയാന്ന്. ആക്ച്വലി ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കണ്ടതാണ്. അപ്പം ഇങ്ങനെ ഫുൾ ഇരിക്കാണ് ഈ മരുമകളും പിന്നെ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഭക്ഷണം
അപ്പൊ ഈ കുട്ടി ഇങ്ങനെ നീക്കുമ്പോ ഇവര് ഈ പ്ലേറ്റ് എടുത്ത് മാറ്റുകയാണ്, ബാക്കി എല്ലാവരും ഫുഡ് കഴിക്കുന്നു. അപ്പോ ഹസ്ബൻഡും ഭയങ്കര ഒച്ചെടുക്കുന്നുണ്ട്, എന്റെ പേഴ്സൺ വശത്തെ നിനക്ക് എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വേറെ ആരും പറയുന്നുണ്ട്, അങ്ങനെ കാശില്ലാണ്ട് വളർന്നതല്ലേ, അപ്പൊ അങ്ങനത്തേക്ക് സ്വഭാവം ഉണ്ടാകും, അവരെ ഫാമിലിയിൽ നിന്ന് പഠിച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ മരുമകളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ അച്ഛൻ ഫാദർ ഇൻ ലോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, പൈസ 10 രൂപ ആയിക്കോട്ടെ, ഞാനായിരുന്നെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഇവനെ പട്ടിണി കിട്ടേനെ എന്ന് പറയും. അപ്പൊ എല്ലാരും ഇങ്ങനെ നോക്കും, കാരണം 10 രൂപ എടുത്താലും ചോദിച്ചല്ലല്ലോ എടുത്തത്, ആരും കാണാണ്ട് മോഷ്ടിക്കുക ചെയ്തത്. അപ്പൊ അത് കള്ളത്തരാണ്, നമ്മള് അതിനുള്ള പണിഷ്മെന്റ് കൊടുക്കണം. അല്ലാതെ ഭക്ഷണം ആ ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒന്നും പറ്റാൻ പോണില്ല എന്നും പറഞ്ഞിട്ട് ഫാദറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് ആ ഒരു ആഡ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു, നമ്മളായാലും ഇപ്പൊ ബാഗിൽ നിന്ന് കുട്ടികള് കാശെടുക്കുകയാണ്, കാശെടുത്താല ഓട്ടെ സാരില്ല എന്ന രീതിയിൽ നമ്മൾ മൈൻഡ് ചെയ്യാതെ വിടും. പക്ഷെ ഇന്ന് 10 രൂപ എടുത്താൽ നാളെ എത്ര രൂപ എടുക്കാനുള്ള എനിക്ക് ഇപ്പൊ 10 രൂപ എടുത്തപ്പോഴും എന്നെ ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഇനിയും എനിക്ക് എടുക്കാനുള്ള ലൈസൻസ് ആയിട്ടാണ് കുട്ടികൾ അത് കാണുന്നത്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ അത് കെയർ ചെയ്യണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുന്നത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരാൻ ഭയങ്കര ടഫായിട്ടുള്ള കാര്യമാണ്. പണ്ടെന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് കുട്ടികളുടെ വലിയ ഫാമിലിയൊക്കെ ആയിരിക്കും, പക്ഷെ അന്നൊന്നും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ മാം എന്നൊക്കെ കുറെ പേര് പറയാറുണ്ട്. അന്നത്തെ കാലഘട്ടത്തില് അന്നെന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കിട്ടുന്ന നമ്മുടെ ചുറ്റുപാട് വ്യത്യാസമാണ് അല്ലെ, നമ്മുടെ ജീവിത രീതി ശൈലി ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോ അന്നെന്ന് പറയുന്നത് കിടക്കാൻ ഒരു മേൽക്കൂര, ഫുഡ് ഉണ്ടെങ്കിൽ അവര് ഒരു മദർ കംപ്ലീറ്റ് മദറാണ്. പക്ഷെ ഇന്നത്തെ പാരന്റിങ് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് പിടിച്ച കാര്യമാണ്. കുട്ടികളുടെ എല്ലാ തരത്തിലും എല്ലാം നമ്മൾ നോക്കണം. കാരണം ഏതൊക്കെ രീതിയിൽ നമ്മളുടെ മക്കള് വഴിതെറ്റാനും വലിയില് അവര് ഏതൊക്കെ രീതിയിൽ നശിക്കാനും ചാൻസസ് ഒരുപാടുണ്ട് നമ്മുടെ ചുറ്റിനും അല്ലെ. ഒരുപാട് Yes. കാര്യങ്ങൾ നമുക്കൊന്നും കൺട്രോൾ ചെയ്ത് നിൽക്കില്ല. അപ്പോ ചെറുതിലേ നമ്മൾ കുട്ടികളെ പറ്റുന്ന രീതിയിൽ ട്രെയിൻ ചെയ്യാൻ, എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രെസ് കൊടുക്കാതെ സ്ട്രഗിൾ കൊടുക്കാതെ വേണം നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റത്തെ കാര്യം എന്ന് പറയുന്നത് ഇതാണ്, അവർക്ക് അവരുടേതായ കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മൾ എപ്പോഴും റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചു കൊടുക്കുക, അവരവരുടെ കാര്യങ്ങൾ ചെയ്ത് വളരട്ടെ. ഫീസ് ചോദിക്കുമ്പോൾ വേഗം ആ ഫീസ് എടുത്തു കൊടുക്കുക. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. കുട്ടികൾ അറിയട്ടെ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന കാശാണ്, 1-2 വട്ടമൊക്കെ സ്കൂളിൽ നിന്ന് ചോദിക്കട്ടെ. അപ്പം പിള്ളേര് ഇങ്ങനെ ഫീസായി, അപ്പം നമ്മുടെ പാരന്റ്സിന് ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, നമ്മുടെ പാരന്റ്സിന് ബുദ്ധിമുട്ടാണ്, ഫീസ് തരാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മക്കള് അറിഞ്ഞു പെരുമാറട്ടെ. നമ്മള് ഫീസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എങ്ങനെയും ഓടിപ്പിടച്ച് പോയി കാശുണ്ടാക്കി കുട്ടികൾ കൊണ്ടുവന്ന് കൊടുക്കും. ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. മക്കള് കുറച്ച് കാശിന് വേണ്ടി പുറകെ നടക്കട്ടെ. അറിയട്ടെ കുട്ടികൾ ഇങ്ങനെയാണ്, കഷ്ടപ്പെട്ടാണ് നമ്മൾ കാശുണ്ടാക്കുന്നത്. എത്ര ജോലി ആയിക്കോട്ടെ, എത്ര വലിയ ജോലിയായാലും എത്ര ചെറിയ ജോലിയായാലും അത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് തന്നെയാണ് അല്ലെ. അപ്പം ആ കാശിന്റെ വില നമ്മൾ മക്കൾക്ക് നേരത്തെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോ എന്ത് കാര്യമായാലും നമ്മൾ പെട്ടെന്ന് ഒരു കാര്യവും സാധിച്ചു കൊടുക്കരുത്. നമ്മളുടെ മക്കളോടുള്ള സ്നേഹം എല്ലാം വാങ്ങിക്കൊടുത്തും എല്ലാം ചെയ്തു കൊടുത്തും അല്ല തീർക്കേണ്ടത്. അവരെ റെസ്പോൺസിബിൾ ആയിട്ട് എല്ലാ കാര്യം ചെയ്യാനും അതുപോലെ ഓവറായിട്ട് നമ്മൾ അവരെ പാമ്പർ ചെയ്യാതെ നമ്മൾ നിൽക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ മക്കള് മെന്റലി സ്ട്രോങ് ആവുകയും അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവുകയൊക്കെ ചെയ്യുള്ളൂ. ഇപ്പോ നമ്മളെല്ലാം സാധിച്ചു കൊടുക്കുക. മക്കൾക്ക് ഇപ്പോ അത് വേണമെന്ന് പറയുമ്പോ അത് കൊടുക്കുക, ഇത് വേണം പറഞ്ഞാൽ ഇത് വാങ്ങിച്ചു കൊടുക്കുക. ശരി, അപ്പൊ കുട്ടികള് നമ്മുടെ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. ആ ഒരു 5 വയസ്സ് 6 വയസ്സുള്ള കുട്ടി, ആ കുട്ടി പറയാണ് എനിക്ക് ഒറ്റയ്ക്ക് കൈവിട്ട് റോഡ് ക്രോസ് ചെയ്യണം, നിങ്ങൾ സമ്മതിക്കുമോ? ആരും സമ്മതിക്കില്ല. അപ്പൊ നിങ്ങൾ എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റൂടോ? കുട്ടികൾ പറയുന്ന എല്ലാ കാര്യം ചെയ്തില്ലേ, അത് അപകടമാണ് അല്ലെ, ആക്സിഡന്റ് ഉണ്ടാവും. പക്ഷെ ഇത് ലോങ് ടേം ആയിട്ടുള്ള അപകടമാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം വാങ്ങിക്കൊടുക്കുമ്പോൾ അതൊരു ലോങ് ടേം എഫക്റ്റ് ആണ് നമ്മൾ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ നേരത്ത് കൈവിടാത്തത് എന്തുകൊണ്ടാണ്? കാരണം കുട്ടികൾക്ക് വല്ല അപകടം സംഭവിക്കുമെന്ന് പേടിച്ചിട്ട്. ആ ഒരു അപകടം നമ്മൾ നേരിട്ട് മുമ്പിൽ ആക്സിഡന്റ് ഉണ്ടാവുന്നതല്ല അപകടം, അത് മാത്രമല്ല അപകടം.
നമ്മൾ കാണേ നമ്മുടെ മക്കള് സ്ട്രഗിൾ ചെയ്യുക, നമ്മളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ മക്കള് ഒരുപാട് ബുദ്ധിമുട്ടിൽ ആകുക, അതായത് ഒരുപാട് സ്ട്രെസ് ഫീൽ ചെയ്യുക, ഒരുപാട് ഒന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ, ചെറിയൊരു കാര്യങ്ങൾ വരുമ്പോൾ തന്നെ കൊളാപ്സ് ആയി പോവുക. ഈ ഒരു അവസ്ഥയൊക്കെ വരാതിരിക്കാൻ വേണ്ടി, ഈ ലോങ് ടേം കോൺസിക്വൻസസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ചെറിയ സാക്രിഫൈസ് ഒക്കെ ചെയ്യുന്നു വിചാരിച്ചാൽ മക്കളോടുള്ള സ്നേഹം നമുക്ക് നഷ്ടപ്പെടില്ല. മക്കളോട് എപ്പോഴും നമുക്ക് സ്നേഹം ഉണ്ടാകും. പക്ഷെ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതായിട്ട് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യം ഇപ്പൊ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മക്കളെ കേൾക്കുക. അവരെ പൊട്ടത്തരാണ് പറയുന്നത്, ശരിയല്ല, എല്ലാം നമുക്കറിയാം. അവര് പറയുന്ന ഒന്നും ശരിയല്ല, അവര് വെറുതെ അനാവശ്യമാണ് പറയുന്നത് എന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ ഇമോഷണലി നമ്മള് അവരുടെ കൂടെ ഉണ്ട് എന്ന് അവർക്ക് തോന്നണം. ഓക്കെ, നമ്മൾ ഇമോഷണലി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും അവരെ ചെയ്യുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ അവർക്ക് നമ്മളോട് വന്ന് പറയാനുള്ളൊരു ഇതുണ്ടാവണം, ആ ഒരു സപ്പോർട്ട് ഉണ്ടാവണം. നമ്മൾ എന്ത് പറയും, നീ എന്തിനാ അങ്ങനെ ചെയ്തേ, നിന്നോട് വല്ലവരും പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാനെന്ന് പറഞ്ഞ് ഉച്ചെടുക്കുന്നതിന് പകരം അവരെ കേൾക്കുക. എന്താണ് അവരുടെ ഭാഗത്ത് നിന്ന് അവർക്ക് പറയാനുള്ളത്, തെറ്റായിരിക്കാം, ചിലപ്പോൾ നുണയായിരിക്കാം, എന്നും ആയിക്കോട്ടെ, നമ്മളത് കേൾക്കുക. കുറച്ചു നേരം കേട്ടിരുന്നുണ്ട്, പോട്ടെ, സാരില്ല, എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഞാൻ ഉണ്ട് നിനക്ക് സപ്പോർട്ടിന്, നീ വീക്ക് ആവല്ലേ, ടെൻഷൻ ആവണ്ട, ഓക്കെ, ഇതൊക്കെ സാധാരണയാണ് എന്ന് പറഞ്ഞ് നമ്മളൊന്ന് സമാധാനിപ്പിക്കാം. കുറച്ചു നേരം കഴിഞ്ഞ് ചിലപ്പോ ഈ നുണയുള്ള കാര്യം ചിലപ്പോൾ സത്യമായിട്ട് മക്കൾ പറഞ്ഞു തന്നിരിക്കുക. ചിലപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞെന്നുണ്ടാവില്ല, രണ്ടൊന്ന് പ്രാവശ്യം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ മക്കൾ തീർച്ചയായിട്ടും എന്താണ് നമ്മളെ കേൾക്കും. ഓക്കെ, നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ പറയുന്ന നമ്മളോട് എല്ലാ കാര്യങ്ങളും വന്ന് പറയുക. അതുപോലെ അവരെല്ലാ കാര്യത്തിനും കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒപ്പം നിൽക്കും. ഇമോഷണലി നമ്മളായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അല്ലാതെ നമ്മൾ എന്ത് കാര്യത്തിനും വഴക്ക് പറഞ്ഞാല് കുട്ടികള് നമ്മൾ ഒരിക്കലും വന്ന് ഒരു കാര്യം പറയുകയില്ല, നമ്മളോട് ഒരു കാര്യം ഷെയർ ചെയ്യില്ല. അവർ ഇമോഷണലി സപ്പോർട്ട് വേറൊരാൾ കൊടുക്കുമ്പോൾ അവരങ്ങടേക്ക് ചാഞ്ഞു പോകും. അത് ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം. ഓക്കെ, അവര് പോട്ടെ, ഇപ്പൊ നമ്മൾ വഴക്ക് പറയുമ്പോ നീ വഴക്ക് പറയല്ലേ കൊച്ചിന്, ഞാൻ എന്റെ കൊച്ചിന് പാവം, അവനൊന്നിനും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ കുട്ടികൾക്ക് കുറച്ച് ചായ്വ് അങ്ങോട്ട് വരാം. ചായ്വ് വരണം, ശരിയാണ്, ഇല്ലെന്നില്ല, എല്ലാവരോടും സ്നേഹം വരണം. പക്ഷെ നമ്മൾ പാരന്റ്സ് ആയിരിക്കെ നമ്മളോട് മക്കള് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ ഇമോഷണലി നമ്മൾ അവരായിട്ട് കണക്റ്റഡ് ആയിരിക്കണം എപ്പോഴും. അപ്പൊ അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഇല്ല എന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടണോടത്ത് കുട്ടികൾ പോകും. ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, മോശം കൂട്ടുകെട്ടായിരിക്കാം. അപ്പൊ ഫ്രണ്ട്സിന്റെ സപ്പോർട്ട് കിട്ടുമ്പോ എന്താ ചെയ്യുക, അവര് വേഗം ഫ്രണ്ട്സിനായിട്ട് ചാഞ്ഞു പോവുക. അപ്പൊ ഈ ഒരു 10-11 വയസ്സ് 12 വയസ്സൊക്കെ കഴിഞ്ഞ കുട്ടി ഒരു അഡോളസൻസ് ആ ഒരു പീരീഡിലാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് ഈ പിയർ പ്രഷർ, അതായത് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഫ്രണ്ട്സ് എന്ത് പറഞ്ഞാലും അത് ഓക്കെയാണ്, ഫ്രണ്ട്സ് എന്ത് ചെയ്താലും ഓക്കെയാണ്. പാരന്റ്സ് എന്ന് പറയുന്നത് അവരെ ഏറ്റവും വലിയ എന്താ പറയാ ശത്രുക്കളായിട്ട് അവർ പ്രഖ്യാപിക്കും. അത് അവരുടെ മിസ്റ്റേക്ക് അല്ല, അവരെ ഹോർമോണൽ ഇംബാലൻസിന്റെ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മളും കൂടുതൽ അപ്പൊ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവരൊന്നും കൂടി ആ ഒരു പിയർ പ്രഷറിലേക്ക് പോകാനാണ് സാധ്യത. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, നിങ്ങളെ വിശ്വാസം ഇല്ലാണ്ടല്ല, നിങ്ങളെ വിശ്വാസം ഇല്ലാണ്ടല്ല. ഇപ്പൊ ഒരു വീടാണ്, വീടിന് മൊത്തം പുറത്ത് നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഗാർഡനിലുള്ള ഫ്ലവേഴ്സ് ഒക്കെ പറയുന്നത് മക്കളാണെന്ന് വിചാരിക്കുക. ഓക്കെ, അതൊരു കോമ്പൗണ്ട് ഗേറ്റ് ഉണ്ട്. അപ്പൊ നമ്മളുടെ ആ ഒരു വീട്ടിലെ ആളുകളുടെ സംരക്ഷണയിലാണ് ആ ഫ്ലവേഴ്സ് വളരുന്നത്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളാണ്. പുറത്തുനിന്ന് ഒരാൾ വന്ന് അത് പൊട്ടിച്ചെടുത്ത് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? അതിനു വേണ്ടിയാണ് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങൾ സംസാരിക്കുക. നിങ്ങളെ വിശ്വാസം ഉണ്ടാക്കി, നമ്മളെ വിശ്വാസം ഇല്ല എന്നുള്ളൊരു ചിന്ത വരുമ്പോഴാണ് കുട്ടികള് നുണ പറയാനും വിശ്വാസം വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പല പല നുണകൾ പറയാനും ആ ഒരു പിയർ പ്രഷറിന്റെ മുന്നിലേക്ക് ഓടിപ്പോകാനും ഒക്കെ സാധ്യത കൂടുതൽ ഈ ഒരു കാര്യം കൊണ്ടാണ്. അപ്പൊ മക്കളില് നമ്മള് ആദ്യം തന്നെ ഒരു ചെറിയ വിശ്വാസം, നീ പറഞ്ഞാല് എന്ത് പറഞ്ഞു ആയിക്കോട്ടെ, ഞാനുണ്ട് സപ്പോർട്ടിന്, അല്ലെങ്കിൽ നിന്റെ അച്ഛനുണ്ട് സപ്പോർട്ടിന് എന്നുള്ളൊരു വിശ്വാസം മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക. എന്തിനും എതിരെ നമ്മൾ കുറ്റം പറഞ്ഞ് കുട്ടികളെ ബാക്ക് അടിച്ച് പോകരുത്. നമ്മൾ അവർക്കൊരു സപ്പോർട്ടായിട്ട് നിൽക്കുക. ആ ഒരു വിശ്വാസം കുട്ടികൾക്ക് നമ്മുടെ പാരന്റ്സ് ഉണ്ട്, എനിക്ക് എന്റെ പാരന്റ് എന്റെ കൂടെ ഉണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്റെ പാരന്റ് ഉണ്ട്, എന്തൊരു വിഷമം വന്നാലും എന്നെ ഒരു സപ്പോർട്ട് ചെയ്ത് നിർത്താൻ എന്റെ പാരന്റ് ഉണ്ടെന്നുള്ള ഒരു വിശ്വാസം മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക.
ഓക്കെ, എപ്പോഴും ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഇമോഷണലി മക്കള് നമ്മളായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ ഏതൊരു കാര്യം നമ്മളടുത്ത് വരിക വന്ന് പറയും. അപ്പം ആ ഒരു വിശ്വാസം നമ്മളെപ്പോഴും കുട്ടികളെ ഉണ്ടാക്കിയെടുക്കുക. എപ്പോഴും വഴക്ക് പറയാതെ, എപ്പോഴും കുറ്റം പറയാതെ അവരെ കൂടെ ഇരുന്ന് ഡെയിലി, നമ്മളത് വല്ലപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമല്ല, ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് എന്താ പറയാനുള്ളത് എന്ന് ജഡ്ജ്മെന്റ് ഇല്ലാണ്ട് അവരോട് എതിർത്തൊന്നും പറയാതെ മൊത്തം കേൾക്കുക. അവരെന്താ തെറ്റായിക്കോട്ടെ, നുണയായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അവരവരുടെ ആശ്വാസത്തിന് ഇരുന്ന് പറയുന്ന ഒരു കാര്യം ഫുള്ള് നമ്മൾ കേൾക്കുക. ഓക്കെ, അപ്പം അത് വേറൊരാളുടെ അടുത്ത് ചെന്ന് പറയുന്നതിന് പകരം നമ്മളെ അടുത്ത് പറയുന്നതല്ല എപ്പോഴും സേഫ്. അപ്പൊ ആ ഒരു കാര്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോ നിങ്ങൾ ആരൊക്കെയാണ് ചെയ്യാറുണ്ടോ, ഷെയർ ചെയ്യാറുണ്ടോ? പാരന്റ്സ് നിങ്ങളുടെ കുട്ടികളോട് ഇങ്ങനെയൊന്ന് ചോദിക്കാറുണ്ടോ? എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നടന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ടോ? ചോദിക്കാറുണ്ട് മാം. എനിക്ക് 2 മക്കളാണുള്ളത്. ഒരാൾക്ക് 13 ഇയേഴ്സും ഒരാൾക്ക് 6 ഇയേഴ്സും. ഓക്കെ, മാം പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചലഞ്ചസിലൂടെ കടന്നു പോകാറുണ്ട്. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ മച്ചുവേർഡ് ആയിട്ട് അവരോട് ചോദിക്കാറുണ്ട്. മറ്റേത് എന്തിനും ഏതിനും ഇങ്ങനെ ഒരു ഷൗട്ടിംഗ് മോഡായിരുന്നു. ഇപ്പം അതൊക്കെ മാറി അവരുടെ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് കുറച്ചും കൂടെ ശാന്തമായിട്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മക്കളുമായിട്ടുള്ള ഒരു ബോണ്ട് വളരെ സ്ട്രോങ് ആണ് ഇപ്പം. അവരെല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, എല്ലാം മനസ്സിലാക്കാറുണ്ട്. ഓക്കെ. Yeah. അപ്പോ അത് നിങ്ങള് നല്ലൊരു കാര്യമാണ് സൗമ്യ ചെയ്യുന്നത്. കാരണം നമ്മളെ മക്കള് നമ്മള് ഷൗട്ട് ചെയ്യാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ, ഒരു ടെൻഷൻ വരുമ്പോ നമ്മൾ പറയും അത് പറ്റും, നിനക്ക് പറ്റില്ലെങ്കിൽ പറ്റില്ല, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ അതുകൊണ്ട് മക്കൾക്ക് കൂടുതലും അപ്പം ഒരു കോൺഫിഡൻസ്, നമ്മളിലൂടെ തന്നെ കോൺഫിഡൻസ് ഇട്ടാ. ചില പാരന്റ്സ് പറയും നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല, വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും നടക്കാൻ നിൽക്കണ്ട, നിനക്ക് വെറുതെ വേസ്റ്റ് ആണ്, അതൊക്കെ വല്ല പഠിക്കണ കുട്ടികളുടെ കാര്യമാണ്, നിന്റെ കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അത് പറയരുത്. അതിന് പകരം നിന്നെ കൊണ്ട് ഇത് പറ്റും, നീ ട്രൈ ചെയ്ത് നോക്ക്, എനിക്ക് വിശ്വാസം ഉണ്ട് നിന്റെ പേരില്, എനിക്ക് വിശ്വാസം ഉണ്ട് നീ അങ്ങനെ ചെയ്യുമെന്നുള്ളത്. എനിക്കൊരു ആ ഒരു ട്രസ്റ്റ് ഒരു പാരന്റ് കുട്ടീനോട് ഉണ്ട് എന്നുള്ള ഒരു ഇത് എന്താ പറയാ മക്കൾക്ക് ഉണ്ടാക്കിയെടുക്കുക. അതെന്ന് പറയുന്നത് കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുക എന്ന് പറയുന്നത്, ഏത് ഹൈറ്റ്സും കീഴടക്കാനുള്ളൊരു ഒരു കോൺഫിഡൻസ് കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പാരന്റ്സിന്റെ ആ ഒരു മെന്റലി സപ്പോർട്ട് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആ ഒരു സപ്പോർട്ട് കുട്ടികൾക്ക് എപ്പോഴും കൊടുക്കുക. അത് ഒരു ദിവസമല്ല, 2 ദിവസം, വല്ലപ്പോഴും അല്ല ചെയ്യേണ്ടത്, നമ്മൾ ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഡെയിലി ആ ഒരു സപ്പോർട്ട് കൊടുത്ത് അവരെ കേൾക്കുക സമാധാനത്തില്. അപ്പോ നമ്മളുടെ ആ കുട്ടിയുടെ എന്താ പറയാ മെന്റലി നമ്മൾ ആ കുട്ടികളെ സ്ട്രോങ് ആക്കാനായിട്ട് മെയിൻ ആയിട്ടും ചെയ്യേണ്ട 2 കാര്യങ്ങളാണിത്. ഫസ്റ്റ്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ശ്രമിക്കുക. അവർ തന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാപ്തരാക്കുക. അതുപോലെ തന്നെ അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യുക. അവരെ വിശ്വാസം, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കുക. എനിക്ക് നിന്നെ വിശ്വാസം ഉണ്ടെന്നുള്ള ആ ഒരു എന്താ പറയാ ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക കുട്ടികളായിട്ട്. അപ്പോ നിങ്ങൾ ചെയ്യാത്ത ആളുകൾ ആരെങ്കിലും ഈ ഒരു സെഷൻ കേൾക്കുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. എനിക്ക് എപ്പോഴും ദേഷ്യമാണ്, ആ ദേഷ്യം മൊത്തം ഇപ്പൊ ഹസ്ബൻഡിനോടുള്ള ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ വേറെ പാരന്റ്സിനോടുള്ള ദേഷ്യമുണ്ട്, ഇതൊക്കെ നമ്മുടെ മക്കളിലേക്കാണ് നമ്മൾ തള്ളിവിടുന്നത് അല്ലെ. ആ ഒരു ദേഷ്യം മൊത്തം തീർക്കുക. കാരണം കുട്ടികളാണ്, നമുക്ക് ആ ഒരു ദേഷ്യം തല്ലി തീർക്കാം, അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞു തീർക്കാം. അവരോടാ പറയാൻ പറ്റുന്നില്ല, ഇതൊക്കെ കുട്ടികളോടെങ്കിലും പറയട്ടെ എന്നുള്ള രീതിയാണ് നമ്മള്. പക്ഷേ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മക്കളുടെ ഭാവിയെ നശിക്കുന്നത്, നമ്മളുടെ ഹെൽത്ത് നശിയാണ്, മെന്റൽ ഹെൽത്ത് നശിയാണ്, കുട്ടികളുടെ ഹെൽത്ത് നശിയാണ്. അപ്പം അതിന് പകരം വഴക്ക് പറയണം, തീർച്ചയായിട്ടും വഴക്ക് പറയേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ വഴക്ക് പറയണം. പക്ഷേ കൂടുതലായിട്ടും ഞാനുണ്ട് സപ്പോർട്ടിന് എന്നുള്ളൊരു ചിന്ത മക്കൾ ഉണ്ടാക്കിയെടുക്കുക. അവനവനെ കൊണ്ട് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്കുണ്ട് ചെയ്യിക്കുക. അത് എന്തൊക്കെ നമുക്ക് വിഷമം, പാവം എന്റെ മോൻ ചെയ്യുന്നുണ്ടില്ല, പാവം എന്റെ മോള് ചെയ്യുന്നുണ്ടില്ല എന്നുള്ള ഒരു സിമ്പതിയും സെന്റിമെന്റ്സും അതിൽ വേണ്ട. അവർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് അവരെ ബെഡ് ക്ലീൻ ചെയ്തിടുക, അത് നിർബന്ധമാണ് എന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ അവര് ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ, ഒരു 10 വയസ്സുള്ള കുട്ടിയാ, ഒരു 7-8 വയസ്സുള്ള കുട്ടിയൊക്കെ ആണെങ്കിൽ ചെയ്തു തുടങ്ങട്ടെ. അവര് കഴുകിയ വൃത്തിയാവില്ല എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവും, പക്ഷെ ചെയ്യട്ടെ. അങ്ങനെ എങ്ങനെയാണ് ചെയ്തോണ്ട് വരിക. തിന്ന പ്ലേറ്റ് തന്നെ അവിടെ ഇട്ട്, അവർ കടിച്ചു തുപ്പിയ വേസ്റ്റ് ഒക്കെ അവിടെ ഇട്ടിട്ട് പോകുന്ന കുട്ടികളുണ്ട്. എന്തെങ്കിലും നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ചിലരൊക്കെ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്ന ആളുകളുണ്ട്.
ഒരുപാട് വലുതായാലും തിന്ന പ്ലേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സ് ചെറിയ ഇളയ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലവർ അങ്ങനെ ചെയ്യാറുണ്ട്. കഴിച്ചതൊക്കെ അവിടെ അങ്ങോട്ട് ഇടുക, പ്ലേറ്റ് ഒക്കെ അങ്ങനെ തന്നെ ഇട്ട് എഴുതിയിട്ട് കൈ കഴുകി പോകാറുണ്ട്. ഒരിക്കലും നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യിക്കരുത്. അവനവൻ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അവർ തന്നെ തിന്ന പ്ലേറ്റ് കൊണ്ടുപോയി വെക്കുക. അത് എവിടെ ആയിക്കോട്ടെ, അവർ തിന്ന പ്ലേറ്റ് അവർ തന്നെ കൊണ്ടുപോയി വെക്കുക. അവര് കടിച്ചു തുപ്പിയിട്ട വേസ്റ്റ് തന്നെ അവരെടുക്കുക, അവര് തന്നെ ക്ലീൻ ചെയ്തിടുക. വേറൊരാളെ കൊണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സമ്മതിപ്പിക്കരുത്. ഓക്കെ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഒരു സെഷനില് നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു രണ്ട് കാര്യങ്ങളാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് ഇനി വരുന്നുള്ള സെഷനിൽ ഷെയർ ചെയ്യാം. ഈ ഒരു രണ്ട് കാര്യങ്ങൾ അഖില, ഞാനൊന്ന് പറഞ്ഞോട്ടെ. പറയൂ. ഞാന് എന്റെ കുട്ടിക്കാലത്ത് എന്താ പറയാ, ഇന്നെപ്പോഴും ഇങ്ങനെ ഒന്നിനും പറ്റൂല അങ്ങനെ ഒരു ഇതായിരുന്നു. കാരണം ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഒരു പൊട്ടത്തരായിരുന്നു. ആരെന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അപ്പൊ എന്തിനും ചെയ്താ പറയും എനിക്ക് ഒന്നിനും പറ്റൂല. അങ്ങനെ എല്ലാത്തിലും ഞാൻ നിൽക്കും, ചാടിക്കേറി മത്സരത്തിലൊക്കെ. പക്ഷെ നീ ഉണ്ടെങ്കിൽ കിട്ടൂല, അങ്ങനെ ഒരു ഇതായിരുന്നു. ഇപ്പൊ എന്റെ കാര്യം ഭയങ്കരൊക്കെ അറിയാലോ, ഞാൻ കവിത എഴുതും. അപ്പൊ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇപ്പൊ എല്ലാരും ചോദിക്കാം, കവിത എഴുതാൻ നല്ല ബുദ്ധിയൊക്കെ വേണ്ടേ, നിനക്ക് ബുദ്ധി ഉണ്ടോ? അതായത് എന്റെ ചോദ്യം. പക്ഷേ ഭീരത്തയുടെ ആ ഒരു ഞാൻ അത് വലിയൊരു ഹസ്ബൻഡിന്റെ സപ്പോർട്ട് വലിയൊരു. അപ്പൊ ഇപ്പൊ എല്ലാരും ഭയങ്കര സപ്പോർട്ടും ഭയങ്കരമായിട്ട് ഫാമിലിയിലും എല്ലാത്തിലും ഞാൻ എന്നെ അത്ഭുതപ്പെട്ടു പോവാണ്. കാരണം പണ്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു തഴഞ്ഞൊരു ഇന്നിപ്പൊ എല്ലാരും മനസ്സിലാക്കി ഇത്രയും കാലം എവിടെയായിരുന്നു ഈ കഴിവൊക്കെ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതെ, നമുക്ക് പുറത്ത് കാണിക്കാൻ